തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ഇനി ഫേവറേറ്റ് റൗണ്ടുമായിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിലെ ജനപ്രിയ ഗായകൻ എത്തുകയാണ്. ഇവിടുത്തെ ഒരു ഓൾ ഇൻ ഓൾ ആണ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അവനെ തന്നെ വിളിക്കുന്നത് ദേവ് ജൂനിയർ എന്നാണ്. അതെ, മനസ്സിലായോ? നമ്മുടെ പഴയ ദേവതീർത്ത്. അതെ, പണ്ട് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ പണ്ടൊരു പാവം കൊച്ചുണ്ടായിരുന്നു, പാവം ദേവതീർത്ത്. അത് പണ്ടുണ്ടായിരുന്നു. ഒരു പുലിക്കൊരാട്ടം ഒക്കെയുള്ള ഒരു ദേവതീർത്ഥത്തുന്നു. വെൽക്കം. എന്താ മോനെ വൈറ്റ് ആൻഡ് വൈറ്റിന്റെ ഉദ്ദേശം? ജനപ്രിയ ഗായകനല്ലേ അവൻ? ജനപ്രിയ ഗായകൻ, അതുകൊണ്ടായി ഇപ്പൊ ഇതൊക്കെ ഇടുന്നത്. ഓ അങ്ങനെ അങ്ങനെ ഷൂസും കൂടെ വൈറ്റ് ആകാമായിരുന്നു. അത് ബ്ലാക്ക് ആയി പോയി. വാച്ച് വൈറ്റ് ആകാമായിരുന്നു. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. മുടിയും കൂടെ വൈറ്റ് ആക്കി തന്നായിരുന്നു. ശരിയാ, വൈറ്റ് ആക്കണം ഇനി. അവിടെ മേക്കപ്പിൽ പറഞ്ഞാൽ മതിയായിരുന്നു. അവര് ബ്രഷ് എടുത്ത് 2 അടി അടിച്ചു തന്നെ. പുറത്തോട്ടിറങ്ങും അമ്മയുടെ 2 അടി ഇട്ടു. മക്കളെ ഏത് പാട്ടാ പാടുന്നേ? കണ്ണേ ഉറങ്ങുറങ്ങ്. അത് ഏത് സിനിമയാ? താലോല. താലോലം. ആരാ മ്യൂസിക് ചെയ്ത്? കൈതപ്പുറം സാറാണ് എഴുതിയതോ? കൈതപ്പുറം സാർ. കൈതപ്പുറം എന്നാണ് എല്ലാരും പറയുന്നത്. കൈതപ്പുറം സാർ. അപ്പം മ്യൂസിക്കും കൈതപ്പുറം സാർ രണ്ടും അദ്ദേഹം തന്നെ. അപ്പം പാടിയത് KJ യേശുദാസ് സാർ. നീ ഇപ്പൊ എന്ത് വേണം? വർഷം 1998. ഇനിയിപ്പൊ ഞാൻ ഒന്നും ചോദിക്കില്ല എന്റെ അടുത്ത്. എനിക്ക് പേടിയാ. കാരണം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാലോ. അതെ, ഞാൻ പാവ. നീ പാവാന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ആരാ? ജനപ്രിയ ഗായകൻ. മാത്രമല്ല വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാല് ആൾക്കാർ വിടുവോ നിന്നെ? ആരാധകരുടെ ഒരു സമീപനം എങ്ങനെയാണ്? നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? നിന്റെ സ്വകാര്യ ജീവിതത്തെ അലോസരപ്പെടുത്തുന്നുണ്ടോ? ആവശ്യമുണ്ടോ? അയ്യോ, അത് ദിലീപങ്കൾ വരുമ്പോ തെളിയത്. എനിക്ക് അങ്ങനെ ഫാൻസ് ഒന്നും ഇല്ല. അല്ല, ശരിക്കും ആരെങ്കിലും 1-2 പേരെങ്കിലും ഇല്ലാണ്ടിരിക്കോ? ഇവനിപ്പോ ലൂലുലോ വല്ലതും പോയി കഴിഞ്ഞാൽ അവൻ നിക്കാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് സെൽഫി എടുക്കാൻ വേണ്ടി അങ്ങ് വളയത്തില്ലേ? അത് വരും. ഞാൻ ചോറ്റാനിക്കരമ്പലത്തിലൊക്കെ പോയ ആളങ്ങ് വളയും. അതെ, നീ അങ്ങോട്ട് വളയോ? അങ്ങനെയാണോ? അല്ല, നാളെ ഞാൻ ഒരു അയ്യപ്പന്റെ പാട്ട് പാടിയില്ലായിരുന്നോ, മച്ചകത്തമ്മേ? അത് പാടിയിട്ട് ഞാൻ ചോറ്റാനിക്കര പോയപ്പോ, അതായത് സ്വാമിയുടെ തൊടാൻ പോയി. അപ്പോ ഒരു ആന്റി എന്നിട്ട് ഒയ്യോ കറക്റ്റ് സ്വാമിയുടെ മുന്നിൽ വെച്ച് ഞാൻ മോനെ കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൊറേ ഇതൊക്കെ. എന്നിട്ട് പാടിച്ചോ പാട്ട്? പാട്ട് പാടിയില്ല, ഇത് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ അറിഞ്ഞ അങ്ങനല്ല, അവിടെ നിർത്തി മോനെ കൊണ്ട് പാടിച്ചു. നീ അറിഞ്ഞു പാടിച്ചിട്ട് ഈ പാട്ട് തീർന്ന പറഞ്ഞു ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും അവൻ പാടി. എന്നിട്ട് അപ്പൊ അത് തീർന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഒന്നുകൂടെ പാടാൻ പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ വീണ്ടും വീണ്ടും പാടഞ്ഞു? അല്ല ശരിയായിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി അങ്ങനെയെല്ലാം പറഞ്ഞു. ഇല്ല, പാടിപ്പിച്ചതൊന്നും ഇല്ല. ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാരും കൊണ്ട് അപ്പൊ തുടങ്ങിയാലോ നമുക്ക്? തുടങ്ങാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദാരിരിരാരാരോ ദാരിരാരോ രാരിരിരാരാരോ
സൂപ്പർ ഉറക്കിക്കളഞ്ഞല്ലോടെ നമ്മളെ. അയ്യോ ജനപ്രിയ ഗായകൻ എന്തു? ദേവ് ജൂനിയർ ഇതാ ഇവിടെ പാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ദേവ് ജൂനിയർ എങ്ങനെ പാടി എന്നുള്ള കാര്യം സുപ്രസിദ്ധ ഗായിക റിബി ടോബി നിങ്ങളോട് പറയുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും വലിയ പ്രശസ്ത വ്യക്തികൾ ഇരിക്കുന്ന ഒരു വേദിയിൽ എന്നെ തന്നെ ആദ്യം 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ തലമറന്ന് എണ്ണ തേക്കുന്ന ഒരാളല്ല. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്റെ മൈക്ക് സുപ്രസിദ്ധ അതികുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ സാക്ഷാൽ MG ശ്രീകുമാർ അവർക്ക് എന്റെ മൈക്ക് ഞാൻ സദയം കൈമാറുന്നു. താങ്ക് യു റിബി ടോബി. അപ്പോ ദേവ് ജൂനിയറിനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ ബോംബെയിൽ നിന്നും ഇവിടെ എത്തിയ ഗൗനെ ഞാൻ ഇതെന്തത് മ്യൂസിക്കൽ ചെയറോ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തേക്ക്. അങ്ങേക്ക് ഒരുപാട് നന്ദി. പോയി ഇതിന് അർഹിക്കുന്നുണ്ടല്ലോ ഒരു അഭിപ്രായം പറയാൻ. നോമിനെ ക്ഷണിച്ചതില് കൃതജ്ഞത. താങ്ക് യു. ഇതെന്ത് ഇങ്ങനെ ഒരു പഴം തിന്നെ പിന്നെ ഇങ്ങനെ ഇതിപ്പോ ശകല ശ്രീകണ്ഠ സാറിന്റെ ശബ്ദം കൂടെ കയറി വന്നല്ലോ. ശകലം കുറെ കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യില്ലേ, പിന്നെ നമ്മള് സംസാരിക്കുമ്പോ വരത്തില്ലേ. അടിപൊളി. ദേവ് ജൂനിയറിന്റെ പാട്ട് എങ്ങനെ ദേവ് ഉണ്ടായിരുന്നു? ജൂനിയർ എന്തോ മോൻ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു പാടി, നല്ല ഭംഗിയായിട്ട് വന്ന് ലാസ്റ്റ് ആ പല്ലവി ഒന്ന് ഇടങ്കോലിട്ട് എന്താണ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആ നേരത്തെ പാടിയപ്പോൾ അതെല്ലാം നന്നായിട്ട് വന്നതായിരുന്നു. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു കേൾക്കാൻ. താങ്ക് യു. മോൻ അത് എന്ത് പറ്റി എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയാം. യു ഷുഡ് എക്സ്പ്ലെയിൻ ടു മീ വാട്ട് ഹാപ്പൻഡ് ഫോർ ദ ലാസ്റ്റ് പല്ലവി. ഞാൻ തുടങ്ങി പിന്നെ എനിക്ക് തന്നെ എന്തോ തോന്നി. എവിടോ പോയല്ലേ. യെസ്. പക്ഷെ പാട്ട് കറക്റ്റ് ആയിരുന്നു. ഈ ചിരിച്ചും കൊണ്ട് ഓമന മുത്തുറങ്ങ്, താമരത്തുമ്പിയായി, അതൊക്കെ എന്തോ എന്തോ പാടുന്ന കറക്റ്റാണ്. പക്ഷെ ഒരാട്ടം. അപ്പൊ നീ ആരെ പറ്റിയെങ്കിലും ചിന്തിച്ചോ? ഇല്ല. പിന്നെന്തു പറ്റി? ഒന്നുമില്ല. നിന്റെ അനിയനെ പറ്റി ചിന്തിച്ചോ? അതിന്റെ അനിയനെ ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ട് ചിന്ത പോയി. നീ അവനെ എപ്പോഴെങ്കിലും ഉറക്കിയിട്ടുണ്ടോടാ പാട്ട് പാടി? ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ തന്നെ അടിച്ചടിച്ചടിച്ച് കണ്ടോ? അടിച്ചാ കൊച്ചു ശല്യം സഹിക്കാതെ അതാണ് അതൊക്കെ ആലോചിച്ചവൻ. അത് പുറത്ത് നിൽക്കുമ്പോ ഇവൻ എന്തോരം ഉറങ്ങി കിടക്കുന്ന കൊച്ചിനെ നീ നുള്ളി പറിച്ചിട്ടില്ലേ? കിള്ളും. ഞാൻ എന്നെ വെറുതെ അടിക്കാനൊക്കെ വരും. കണ്ട എന്നെ വെറുതെ അടിക്കാനൊക്കെ വരും. ഞാൻ തിരിച്ചൊരു നുള്ളൊക്കെ കൊടുത്തൊരു അടി കൊടുത്തങ്ങ് എടാ നീ അങ്ങനെ ചെയ്യരുതെടാ. നിന്റെ ഇളയതിനെ നീ നോക്കണം, പൊന്നുപോലെ നോക്കണം, വേദനിപ്പിക്കരുത് അവരെ. അവല്ല എനിക്കെല്ലാം മുട്ടായി എന്ത് കിട്ടിയാലും അവന് ഞാൻ കൊടുക്കും. എന്നിട്ട് നല്ല നുള്ളും കൊടുക്കും. ഇപ്പൊ പറഞ്ഞ സാധനത്തിന് ഞാൻ പോയി എടുത്തോണ്ട് അതിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവനോട് സത്യാവസ്ഥ ചോദിച്ചറിയാലോ. വേണ്ടേ നീ സംസാരിപ്പിക്കേ. സത്യം പറയിപ്പിക്ക. എന്തൊക്കെയുണ്ട്? നീ ഒന്ന് എടുത്തേടാ, നോക്കട്ടെ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് മീനുട്ടി ചോദിക്കുക എന്തെങ്കിലും. അവന് താല്പര്യമില്ല, കൊച്ചു പോകുന്നില്ല. ഒന്നുകൂടെ വിളിച്ചടാ. പേടിയാണേ. എടാ പോടാ. കണ്ട ഒരു ഇഷ്ടവും മനസ്സിലായില്ല. അതിന് മാത്രം ഉപദ്രവിക്കുന്നുണ്ട്. അത്രമാത്രം നീ ഉപദ്രവിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത രുചി LG കായം.